പാലക്കാടിൻ്റെ സ്വന്തം നെല്ലിയാമ്പതിയിലേക്ക് ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തവണ മലമുഴക്കി വേഴാമ്പലിനെ കാണണം, അതിൻ്റെ ആ ചിറകടി ശബ്ദം ഒന്ന് നേരിട്ട് കണ്ട് ആസ്വദിക്കണം എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ട്. പോത്തുണ്ടി ഡാമിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള ഈ ഒരു യാത്രയിൽ 4 ചെക്ക് പോസ്റ്റിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പറും പോകുന്ന ആളുകളുടെ എണ്ണമൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷമുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും കാണാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ ഒരു ഭാഗ്യം കൂടെ വേണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്തവണ ജനുവരി ഏപ്രിൽ മാസങ്ങളിൽ മലമുഴക്കി വേഴാമ്പലുകളെ നെസ്റ്റിംഗ് ടൈമാണ് നെല്ലിയാമ്പതിയിൽ. അതുകൊണ്ട് തന്നെ വേഴാമ്പലിനെ എന്തായാലും കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ നല്ലോണമുണ്ട്. കാടിൻ്റെയൊക്കെ ആ ഒരു മുഖം തന്നെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ആ സമയത്തുള്ള പച്ചപ്പ് നിറഞ്ഞ കാടല്ല ഇപ്പോൾ ഉള്ളത്. ഇല പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് നിറത്തിലും ചുവപ്പ് നിറത്തിലൊക്കെയുള്ള ഇലകൾ പലയിടങ്ങളിലായിട്ട് തിങ്ങി നിറഞ്ഞുകൊണ്ടാണ് കാട് അതിൻ്റെ സൗന്ദര്യം ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത്. പാലക്കാട് പൊതുവെ നല്ല ചൂടാണെങ്കിലും നെല്ലിയാമ്പതി മല കയറി തുടങ്ങിയപ്പോൾ ഒരു സുഖമുള്ള തണുത്ത കാറ്റുള്ളൊരു അന്തരീക്ഷം നമുക്ക് നെല്ലിയാമ്പതിയിൽ അനുഭവപ്പെട്ടു. നമ്മുടെ കൂടെ ഇന്നുള്ളത് അനൂപേട്ടനും പിന്നെ വിഷ്ണുവാണ്. വിഷ്ണു ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ മൂപ്പരുള്ളത് കൊണ്ടാണ് ഈ ഒരു യാത്ര തന്നെ നടന്നത്. വിഷ്ണു കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ യാത്രയ്ക്ക് ഇത്ര അധികം ധൈര്യം നമുക്കുള്ളത്. കാരണം മൂപ്പര് ഒരുപാട് തവണ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. വേഴാമ്പലുകളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. ക്യാമറയ്ക്ക് മുന്നിലേക്ക് ആദ്യം വന്നു പെട്ടത് ബാർബറ്റ് ഇനത്തിൽപ്പെട്ട ഒരു സുന്ദരൻ കിളിയാണ്. പെട്ടെന്ന് മറ്റൊരാൾ നമ്മുടെ ഫ്രെയിമിലേക്ക് രംഗപ്രവേശനം ചെയ്തു. ബുൾബുൾ. സാധാരണ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുള്ളൊരു പക്ഷിയാണ് ഇദ്ദേഹം. തൊട്ടപ്പുറത്തെ മരത്തിൽ നിന്ന് ശബ്ദം കേട്ടപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത്. ഇതേ ഇരിക്കുന്നു ഒരു സിംഹവാലൻ കുരങ്ങൻ. വെറുതെ നടന്ന് ബോറടിച്ചപ്പോൾ ദാഹിച്ചു എന്ന കണക്കിന് മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. നല്ല ദാഹം ഉണ്ടെന്നുള്ളത് ആ ഓട്ടം കണ്ടപ്പോൾ തോന്നി. ഒരു അഭ്യാസിയെ പോലെ അനായാസം ജില്ലകളിലൂടെ ഊർന്നിറങ്ങുന്നത് കണ്ടപ്പോൾ ശരിക്കും അസൂയ തോന്നി. അവസാനം ഒരു സെൻറ്റി സിനിമയിലെ നായകൻ നടന്നു നീങ്ങുന്നത് പോലെ ഒരു എൻകാർഡ് തന്നിട്ടൊക്കെയാണ് മൂപ്പര് കാണാമറയത്തേക്ക് പോയത്. കുറച്ചപ്പുറത്ത് വേറെയും കുറേ ചങ്ങാതിമാരിരുന്ന് ചക്ക തിന്നുന്നുണ്ട്. എന്നാൽ താഴെ വീഴുന്ന ചക്കച്ചോള തിന്നാനായിരിക്കുന്ന കുരങ്ങച്ചൻ കുറച്ച് കൗതുകം ഉണ്ടാക്കിയിട്ടോ. മേലനങ്ങാത്ത തിന്നലാണ് മൂപ്പരെ പോളിസി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നെല്ലിയാമ്പതിയിലെ ടീ എസ്റ്റേറ്റുകൾക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജനതയാണ് ഏറെക്കുറയും ഇവിടെയുള്ളത്. പാലക്കാട് നിന്നും നെന്മാറയിൽ നിന്നൊക്കെ നമുക്ക് ആന വണ്ടികൾ നെല്ലിയാമ്പതിയിലേക്ക് ലഭ്യമാണ്. അത് രാവിലത്തെ ട്രിപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ വഴിയരികിൽ കാണാനുള്ള സാധ്യത ഏറെയാണ്. കാട്ടുപോത്തൊക്കെ ഒരുപാട് റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വേഴാമ്പലുകളെ കാണാനുള്ള സാധ്യത ഏറുന്നത്. വളരെയധികം ഉത്തരവാദിത്തത്തോടെ വേണം പക്ഷി നിരീക്ഷണത്തിനും ഫോട്ടോഗ്രാഫിക്കൊക്കെ ഇത്തരം പ്രദേശങ്ങളിൽ എത്തേണ്ടത്. ഒരു തരത്തിലുള്ള ശല്യവും ഏർപ്പെടുത്താതെ നിശബ്ദമായിട്ട് ആ കാഴ്ചകൾ അനുഭവിക്കുക, ആസ്വദിക്കുക, ചിത്രങ്ങൾ എടുക്കുക, തിരിച്ചു പോരുക. അതാവട്ടെ ഉത്തരവാദിത്തമുള്ള ഒരു യാത്രികൻ്റെ കർത്തവ്യം. യാദൃശ്ചികമായിട്ടാണ് സന്ദീപിനെ കാണുന്നത്. സാൻ സിനിമാറ്റോഗ്രാഫി കിടിലം വൈൽഡ് ലൈഫ് കണ്ടന്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്ററാണ് കക്ഷി. ഒരുപാട് അവാർഡുകളും കൂടെ മൂപ്പര് നേടിയിട്ടുണ്ട്. മൂപ്പരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ പ്രൊഫൈലിന് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു വിമാനം കണക്കിന് പറന്നു വരുന്ന ആ അത്ഭുതത്തെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. പെട്ടെന്നാണ് കണ്ടത് ആകാശത്ത് നിന്ന് പറന്നിറങ്ങുന്ന ഒരു പട്ടം പോലെ ദൂരെ നിന്ന് മലമുഴക്കി വേഴാമ്പൽ പറന്നു വരുന്നത്. അതൊരു കാഴ്ചയാണ്, അനുഭവമാണ്. ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ അധികം ശല്യപ്പെടുത്താതെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. നമ്മൾ യാത്ര ചെയ്യുന്നത് കാരപ്പാറയിലുള്ള തൂക്കുപാലത്തിനടുത്തേക്കാണ്. അവിടെയുള്ള ചായക്കടയാണ് ഉച്ചഭക്ഷണത്തിനുള്ള ഒരേ ഒരു സോഴ്സ്. പോണ വഴിക്കിതേ കുറച്ച് കാട്ടുമൈനകൾ. കുറേ കാടും മേടൊക്കെ കയറി ഇറങ്ങിയതുകൊണ്ടാവും വിഷ്ണുവിൻ്റെ കണ്ണുകൾ ബൈനോക്കുലർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കിളികളൊക്കെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി നിർത്താൻ പറഞ്ഞ് മൂപ്പര് നടക്കാൻ തുടങ്ങി. വേഴാമ്പലിൻ്റെ ശബ്ദം കേട്ടെന്ന് തോന്നിയതാവുന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ദൂരെ ഒരു മരത്തിൽ ആശാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആളുടെ മനസ്സിലെന്താ നമുക്കറിയില്ലല്ലോ. കുറച്ചു നേരം നമ്മുടെ മുമ്പിൽ തത്തി കളിച്ചതിന് ശേഷം മൂപ്പര് ദൂരേക്ക് പറന്നുപോയി.
നേരം 2 മണിയോടടുത്തു. നല്ല വിശപ്പുണ്ട്. ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടാവാം. ചാർജ് എടുക്കാൻ വംശനാശ ഭീഷണി നേരിടുന്ന മലമുഴക്കി വേഴാമ്പലിനെ ഇന്ത്യയിലെ മഴക്കാടുകളിലാണ് കണ്ടുവരുന്നത്. കൂടിനുള്ളിലെ പെൺകിളിക്കും കുഞ്ഞിനും തീറ്റ കൊണ്ടു കൊടുക്കലാണ് നെസ്റ്റിംഗ് സമയത്ത് വേഴാമ്പലിൻ്റെ പ്രധാന പണി. വലിയ ചിറകടി ശബ്ദം ഉള്ളതുകൊണ്ടാണ് മലമുഴക്കി എന്നുള്ള പേര് ഈ പക്ഷിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരൊറ്റ ഇണം മാത്രമേ ഈ പക്ഷിക്കുള്ളൂ. അതും ഒരു കൗതുകകരമായ വസ്തുതയാണ്. പഴങ്ങൾ, പുഴുക്കൾ, പ്രാണികൾ, ചെറിയ പല്ലി, പാമ്പ് എന്നിങ്ങനെ വലിയൊരു മെനു തന്നെ ഉണ്ട് മൂപ്പർക്ക്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വേഴാമ്പൽ 4 അടി വരെ ഹൈറ്റും 5 അടിയോളം ചിറകളവും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഭീമാകാരമായ രൂപം മനസ്സിൽ വരുന്നില്ലേ? എന്നാൽ പൊതുവെ നാണം കുണുങ്ങികളാണിവർ. അന്യരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ തടിതപ്പം. അതുകൊണ്ട് തന്നെ ടെലിസൂമൊക്കെ ഉള്ള ലെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് പടം പിടിക്കുന്നതാണ് പ്രായോഗികമായ ബുദ്ധി. അവർക്കൊരു ശല്യവുമില്ല. ആൺ വേഴാമ്പലുകൾക്ക് ചുവന്ന കണ്ണും പെൺ വേഴാമ്പലുകൾക്ക് നീല കലർന്ന വെള്ള നിറമാണുള്ളത്. കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന വേഴാമ്പലുകളുടെ ചിത്രം നമുക്ക് എന്തായാലും അടുത്ത തവണ സംഘടിപ്പിക്കണം. നമ്മൾ കുറച്ച് മുമ്പേ കണ്ടില്ലേ സന്ദീപ്, മൂപ്പര കയ്യിൽ അത്തരത്തിലുള്ള ഒരുപാട് റെയർ ഫ്രെയിമുകളുണ്ട് കേട്ടോ. വേഴാമ്പലിൻ്റെയും വേഴാമ്പലിൻ്റെ കൂട്ടത്തിൻ്റെയും ഒരുപാട് നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള ഫ്രെയിംസ്. ഇന്നത്തെ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വേഴാമ്പലിനെ കാണുക, ആ ചിറകടി ശബ്ദം ഒന്ന് അനുഭവിക്കുക എന്നുള്ളതാണ്. അത് രണ്ടും നമുക്ക് സാധിച്ചു. എന്തായാലും ഇത് ചെറിയൊരു യാത്രയായിരുന്നു. നമുക്ക് തിരിച്ചു പോവാം. മുമ്പേ പറഞ്ഞതുപോലെ ഒരു കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന വേഴാമ്പലുകളൊക്കെ ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും യാത്രകൾ തുടരണം. കേരളത്തിൽ നമുക്ക് അടുത്തായിട്ട് നെല്ലിയാമ്പതിയിലും മധുരപ്പള്ളിയിലൊക്കെയാണ് വേഴാമ്പലുകൾ ഒരുപാട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇനി മുന്നോട്ട് നീങ്ങട്ടെ. നമ്മളെ കൂടെ നിന്ന് നമ്മുടെ വീഡിയോസ് കണ്ട് നല്ല ഫീഡ്ബാക്കുകൾ തരിക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ലിറ്റിൽ ലാബിക് മീഡിയ.